കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തി എവിടെയായിരുന്നു? സെലക്ട് ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റത്തോട് ബന്ധപ്പെട്ട ചില ടൈംസ് നമ്മൾ പഠിച്ചു അല്ലേ? സ്റ്റോക്ക് ലെവൽസിന്റെ പ്രോബ്ലം, ഒപ്പം അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ സെലക്ട് ഇൻവെന്ററി കൺട്രോൾ. അതിനകത്ത് ABC അനാലിസിസ് പഠിച്ചു, വെഡ് അനാലിസിസ് നമ്മൾ പഠിച്ചു, അതിന്റെ ഇമ്പോർട്ടൻസ്, നീഡ്, അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചു. അതിന്റെ അടുത്ത പോയിന്റിലേക്ക് വരുന്നു FSN അനാലിസിസ്. FSN അനാലിസിസ്, ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ് അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് കാറ്റഗറൈസിംഗ് മെറ്റീരിയൽസ് ഇൻ ദ സ്റ്റോക്ക്. എന്താണ് ഈ FSN എന്ന് പറയാൻ അർത്ഥമാകുന്നത്? ഇവിടെ FSN എന്ന് പറയുന്നത് ചുരുക്കപ്പേരാണ്, ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഒരു പേരെന്താണ്? ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ്. ഇതിനെയാണ് ഈ വിധത്തിൽ മെറ്റീരിയൽസിനെ കാറ്റഗറി ചെയ്യുന്നത്. ഓൺ ദ ബേസ് ഓഫ് ദർ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഫ്രം ദ സ്റ്റോർ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്റ്റോറിൽ നിന്നും ഈ സാധനം ഉപയോഗിച്ച് തീരുന്നതിന്റെ സ്പീഡ് അനുസരിച്ചാണ് ഇതിനെ തരംതിരിക്കുന്നത്. അണ്ടർ ദ സിസ്റ്റം ഇൻവെന്ററീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ്. ഈ സിസ്റ്റം അനുസരിച്ച് ഇൻവെന്ററിയെ ഫാസ്റ്റ്, സ്ലോ ആൻഡ് നോൺ മൂവിംഗ് തിരിച്ചിരിക്കുന്നു. എന്താണ് ഇങ്ങനെ തിരിക്കാനുള്ള കാരണം? ഒന്ന്, ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് അർത്ഥം ദീസ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ വെരി റാപ്പിഡ്ലി കൺസ്യൂംഡ് ആൻഡ് ദർ turnover ratio is very high, so that the stocks are replenished very frequently. ഈ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? അത് സ്പീഡിൽ ഉപയോഗിച്ച് ചെയ്യും. ഈ മെറ്റീരിയൽസ് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉപയോഗിച്ച് തീർത്തുകൊണ്ടിരിക്കും. റീപ്ലനിഷ്ഡ് വെരി ഫ്രീക്വൻലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറി അടുത്ത സാധനം വന്നിരിക്കും. അത് സ്റ്റോറിൽ നിന്നും ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മാറിയിട്ട് അടുത്ത സാധനം അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഉപയോഗിക്കുന്നതിന്റെ നിരക്ക്, STR റേഷ്യോ വളരെ കൂടുതലായിരിക്കും. സ്ലോ മൂവിംഗ് ഐറ്റംസ്, ദീസ് ആർ ദ ഐറ്റംസ് മെറ്റീരിയൽസ് വിച്ച് ആർ നോട്ട് ഫ്രീക്വന്റ്ലി റിക്വയർഡ് ഫോർ കൺസംഷൻ ആൻഡ് ദർ സ്റ്റോക്സ് ആർ നോട്ട് റീപ്ലനിഷ്ഡ് സോ ഫ്രീക്വന്റ്ലി. ഇത്ര പെട്ടെന്ന് നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് അനുസരിച്ച് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഇത് നോട്ട് ഫ്രീക്വന്റ്ലി റിക്വയർഡ് ആണ്. അത്ര ഇടയ്ക്കിടയ്ക്ക് ഇത് ആവശ്യമില്ല. എപ്പോഴും ഈ സാധനം ആവശ്യമില്ലാത്ത സാധനമാണ് സ്ലോ മൂവിംഗ്. ഇത് ഇടയ്ക്ക് ഉപയോഗിക്കും, പക്ഷെ എന്റെ സ്പീഡ് വളരെ കുറവാണ്. എത്ര പെട്ടെന്ന് അത് റിപ്ലനിഷ് ചെയ്ത് തീർക്കുന്നില്ല. നോൺ മൂവിംഗ്, നോൺ മൂവിംഗ് ഓർ ഡോർമെന്റ് സ്റ്റോക്ക് ആർ അത് ഐറ്റംസ് ഓഫ് സ്റ്റോക്ക് വിച്ച് ആർ നോട്ട് മൂവിംഗ് കറന്റ്ലി ബട്ട് ഇറ്റ്സ് മൂവ്മെന്റ് ഈസ് എക്സ്പെക്ടഡ് ഇൻ ഫ്യൂച്ചർ. നിലവിൽ ഈ സാധനത്തിന് ആവശ്യമില്ല, സ്റ്റോറിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഇപ്പോൾ നമുക്ക് ഉൽപ്പാദനത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. എന്നാൽ അത് നമ്മൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ബട്ട് ഇറ്റ്സ് മൂവ്മെന്റ് ഈസ് എക്സ്പെക്ടഡ് ഇൻ ഫ്യൂച്ചർ. ഇത് ഭാവിയിൽ ഉപയോഗം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷിക്കുന്ന സാധനങ്ങളാണ്. അതാണ് നോൺ മൂവിങ്. നിലവിൽ കറന്റ്ലി എന്ത് ചെയ്യുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല. ഈ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കുന്നത്: ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ്. ഇങ്ങനെ തരംതിരിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നീഡ് എന്താണ്? ഒന്ന്, അവോയ്ഡൻസ് ഓഫ് ലോസ് ഡ്യൂ ടു ഒബ്സർവൻസസ്. ഒബ്സർവൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കാലഹരണപ്പെട്ടു പോവുക, അങ്ങനെയുള്ള കുഴപ്പങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും അല്ലെ? എന്തുകൊണ്ടാണ്? നമുക്ക് അധികം സൂക്ഷിച്ചു വെക്കുന്നില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ. അതായത് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സ്റ്റോക്കിംഗ് ഓൺലി വെരി മിനിമം ക്വാണ്ടിറ്റി റിക്വയർഡ് ഓർ നോട്ട് മെയിൻറ്റെയിനിങ് അറ്റ് സ്റ്റോക്ക് അറ്റ് ഓൾ. ചില സാധനങ്ങൾ വളരെ മിനിമം, അല്ലെങ്കിൽ ചില സാധനങ്ങൾ സ്റ്റോക്കിൽ സൂക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ കാലഹരണപ്പെട്ട് പോകുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കാലഹരണപ്പെട്ട് പോകുന്ന ഒരു കേസ് ഉണ്ടാകുന്നില്ല. അവോയ്ഡിങ് അൺനെസറി ലോക്കിംഗ് അപ്പ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ അനാവശ്യമായ ലോക്കിംഗ് അപ്പ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മുടക്കിയിടേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. അൺനെസറി ലോക്കിംഗ് അപ്പ് ഓഫ് certain items, certain capital, ലോക്കിംഗ് അപ്പ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി അവോയ്ഡഡ് ത്രൂ സ്റ്റോക്കിംഗ് മിനിമം ക്വാണ്ടിറ്റി ഓർ ബൈ സ്റ്റോക്കിംഗ് നോ ക്വാണ്ടിറ്റി അറ്റ് ഓൾ. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വളരെ കുറച്ച് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ചില സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുകയോ ചെയ്യാം. ചില സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ സൂക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റലിൽ വളരെ കുറച്ച് തന്നെ എന്ത് ചെയ്യാൻ മതി, മുടക്കിയാൽ മതിയാവും. ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിന്റെ ഒരു ഘട്ടത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല, ഉൽപാദനം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബൈ സ്റ്റോക്കിംഗ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫെസിലിറ്റേറ്റ്. അപ്പൊ നമുക്കറിയാം, ഫാസ്റ്റ് മൂവിംഗ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ചിരുന്നതാണ്. അത് സാധനം എപ്പോൾ വേണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സാധനം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടോ, നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്താണ് പ്രയോജനം? ഉൽപാദനത്തെ അത് ഒരിക്കലും തടസ്സപ്പെടുന്നില്ല. ലെസ് സ്റ്റോറേജ് കോസ്റ്റ്. ബൈ നോട്ട് സ്റ്റോറിംഗ് നോൺ മൂവിംഗ് ഐറ്റംസ് ദ സ്റ്റോറേജ് കോസ്റ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. നമ്മൾ ഒരിക്കലും ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാതിരുന്നുകൊണ്ട്
എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അതിനും കൂടെയുള്ള സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് മുടക്കേണ്ടി വരുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രയോജനം. എന്തൊക്കെയാണ്? ഒബ്സലൻസൻസ് ഒഴിവാക്കാൻ പറ്റുന്നു, കൂടുതൽ ക്യാപിറ്റൽ മുടക്കേണ്ടി വരുന്നില്ല, ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നില്ല, സ്റ്റോറേജ് കോസ്റ്റ് പരമാവധി കുറയ്ക്കാൻ പറ്റും. അടുത്തത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി, JIT സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം, ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി. It is a modern technique of inventory control that aims at maintaining the stock of raw materials, work in progress and finished product. റോ മെറ്റീരിയൽസിന്റെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെയും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെയും മേലുള്ള നിയന്ത്രണത്തിന്റെ ഒരു ആധുനിക സംവിധാനമാണ് JIT സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം ഓഫൺ റെഫേഴ്സ് ടു ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ്, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ, ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി ഓഫ് ഗുഡ്സ് എക്സെട്ര. ഇത് ഉൽപാദനത്തിന് മാത്രമല്ല, പർച്ചേസിംഗ് ഇത് ഉപയോഗിക്കാറുണ്ട്, പ്രൊഡക്ഷൻ ഉപയോഗിക്കാറുണ്ട്, ഡെലിവറി ഓഫ് ഗുഡ്സ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. എന്താണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയുള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് ഇസ് ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഓർ ഗുഡ്സ് ഓൺലി വെൻ ദേ ആർ നീഡഡ്. മനസ്സിലായോ? ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലെ എപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു? ഒൺലി വെൻ ദേ ആർ നീഡഡ്. സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങിക്കണം. മുൻകൂട്ടി സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്നില്ല. എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഇൻ ടൈം, എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ടൈമിൽ നമ്മൾ വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡ്യൂസിംഗ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓൺലി വെൻ ദേ ആർ റിക്വയർഡ്. അതുപോലെ പ്രൊഡക്ഷനിലേക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെ സംഭവിക്കും? ഈ ഒരു പ്രൊഡക്റ്റ്, ഒരു ആർട്ടിക്കിൾ നമുക്ക് വേണമെന്ന് പറയുന്ന ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. നേരത്തെ എന്ത് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നില്ല. ഇനി ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി എന്ന് പറഞ്ഞാലോ, ഡെലിവറി ആർട്ടിക്കിൾസ് ഓൺലി വെൻ ദേ ആർ റിക്വയർഡ് ടു ബി ഡെലിവേർഡ്. ആവശ്യപ്പെടുമ്പോൾ സാധനം, ആവശ്യപ്പെടുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു? സാധനം നൽകുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മുൻകൂർ പോയി സാധനം കൊടുക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമുള്ളപ്പോൾ നിർമ്മിക്കുന്നു, സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങിക്കുന്നു, നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ മാത്രം നൽകുന്നു. ഈ വിധത്തിലുള്ള സിസ്റ്റത്തെയാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ശരി, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റെഡ്യൂസർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററി. നമുക്കറിയാലോ, ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിക്കുകയോ നിർമ്മിക്കുകയോ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. 2, റെഡ്യൂസിങ് ക്യാരിങ് കോസ്റ്റ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസിങ് ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, ഗുഡ്സ് റിസീവിംഗ് കോസ്റ്റ് എക്സെട്ര ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റുകളെല്ലാം കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ട സാധനം വാങ്ങിക്കേണ്ടി വരില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ട ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ചില റിസീവ് ചെയ്യുന്നതിന്റെ ചിലവ് അപ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് സപ്ലൈസ്. ദ കമ്പനി ഹാസ് ടു ഡീൽ വിത്ത് only those suppliers who are ready to supply materials whenever needed. നമുക്ക് ഒത്തിരി സപ്ലൈസുമായിട്ടുള്ള കണക്ഷൻസ് ആവശ്യമില്ല. നമുക്ക് സാധനങ്ങൾ തരുന്നവരാണ് സപ്ലൈസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ ഒത്തിരി ആളുകളുടെ ആവശ്യം നമുക്കില്ല. കാരണം നമുക്കൊരു സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തരാൻ തയ്യാറുള്ളവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് ഡീലിങ്സ് മാത്രം മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് സപ്ലൈസ്, സപ്ലൈസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്ത അവോയ്ഡിങ് ലോസ് ഡ്യൂ ടു ഒബ്സലസൻസ് എന്നുള്ള കേസ് നമ്മൾ പലതവണ പറഞ്ഞിട്ടാണ്. അത് കുറയ്ക്കാൻ പറ്റും. ഇൻഷുറിങ് അവൈലബിലിറ്റി, സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പറ്റും. ഇത്രയാണ് ജസ്റ്റ് ഇൻ ടൈമിന്റെ പർച്ചേസിംഗിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ പർച്ചേസിംഗ് ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജിന് പറ്റും. ഓക്കെ, അടുത്തൊരു ഹെഡിങ്ങിലേക്ക് നമ്മൾ നടക്കുന്നു. സ്റ്റോഴ്സ് റെക്കോർഡ്സ്. എന്താണ് സ്റ്റോഴ്സ് റെക്കോർഡ്സ്? To exercise proper control over the materials kept in the store, certain documents or records are maintained. സ്റ്റോറിലെ സാധനങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ചില ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ ആവശ്യമുണ്ട്. There are 2 important material records, that is bin card and store system. ഒരു സ്റ്റോറിൽ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോറിൽ സാധനങ്ങളുടെ അളവ് കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്കുള്ള 2 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണുള്ളത്. ഒന്ന് ബിൻ കാർഡും 2 സ്റ്റോഴ്സ് ലെഡ്ജറും. ഫസ്റ്റ് ബിൻ കാർഡ് അല്ലെങ്കിൽ ബിൻ ടാഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് കാർഡ് എന്നൊക്കെ പറയാറുണ്ട്. ബിൻ കാർഡ്, ബിൻ ടാഗ്, സ്റ്റോക്ക് കാർഡ്. ബിൻ കാർഡ് is a card attached to each bin in the store showing quantitative details of materials received, issued and
ദ ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി ഇൻ ദ ബിൻ. അപ്പോൾ ബിൻ കാർഡ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ബിൻ കാർഡ് എന്ന് പറയുമ്പോൾ ബിൻ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറയുന്നത് ബിൻ ഈസ് എ പ്ലേസ് വേർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ബിൻ എന്ന് പറയുന്നത് അർത്ഥം മെറ്റീരിയൽസ് എവിടെയാണോ സൂക്ഷിക്കുന്നത് ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ബിൻ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അത് എവിടേക്കാണ്? ഇറ്റ് മേ ബി എ റാക്ക്, കണ്ടെയ്നർ, ഷെൽഫ് ഓർ സ്പേസ് വെർ സ്റ്റോർസ് ആർ കെപ്റ്റ്. അത് ചിലപ്പോൾ ഒരു റാക്ക്, ഒരു അറയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, ഒരു ബോക്സ് പോലെ എന്തെങ്കിലും ആയിരിക്കാം, അതിലൊരു ഷെൽഫ്, ഒരു അലമാര ഷെൽഫ് ആയിരിക്കാം, ഓൾ സ്പേസ് വെയർ സ്റ്റോർസ് ആർ കെപ്റ്റ്. അല്ലെങ്കിൽ സാധനം എവിടെയാണോ സൂക്ഷിക്കുന്നത് അതിനെല്ലാം ബിൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിൻ എന്ന് പറയാൻ ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ബിന്നിലേക്കും അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഷോയിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ്. ഈ ബിന്നിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറിൽ വരുന്ന മെറ്റീരിയൽ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുമെന്ന് ഓടിക്കും. അപ്പൊ ആ കണ്ടെയ്നറിന്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കും ഇത്ര സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എഴുതി വെക്കും. അതിനാണ് ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻട്രീസ് ഇൻ ദ ബിൻ കാർഡ് ആർ മെയ്ഡ് ബൈ ദ സ്റ്റോർസ് പേഴ്സണൽ. സ്റ്റോറിലുള്ള ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണ് ഈ ബിൻ കാർഡ് എന്നുള്ള ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അതിനകത്ത് കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നത്. ഈച്ച് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഈസ് റെക്കോർഡഡ് ഓൺ ദ ബിൻ കാർഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് ദ ലേറ്റസ്റ്റ് ബാലൻസ് ഈസ് ഷോൺ ആഫ്റ്റർ ദ ഈച്ച് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ. അപ്പൊ സ്റ്റോറിലേക്ക് സാധനങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ ഓരോ പ്രാവശ്യം പുറത്തു പോകുമ്പോഴും എന്ത് ചെയ്യും? ഈ ബിൻ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ബിൻ കാർഡിൽ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ അപ്പോൾ എൻ്റർ ചെയ്യും, സ്റ്റോറിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ അപ്പോൾ എന്ത് ചെയ്യും? അത് എൻ്റർ ചെയ്യും ക്രോണോളജിക്കൽ ഓർഡറിൽ, അതിന്റെ ഡേറ്റ് അനുസരിച്ച്, അല്ലെ? 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി എന്ന് പറയുന്ന ഓരോ ഡേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും? അത് അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ബിൻ കാർഡിന്റെ ബാലൻസ് നോക്കിയാൽ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് എത്രയാണെന്ന് എപ്പോഴും അറിയാൻ പറ്റും. ലേറ്റസ്റ്റ് ബാലൻസ് നമുക്ക് ഈ ബിൻ കാർഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റോർ കീപ്പർ വിച്ച് ഷോസ് ദ നെയിം ഓഫ് മെറ്റീരിയൽ, കോഡ് ഓഫ് മെറ്റീരിയൽ, സ്റ്റോർസ് ലെഡ്ജർ, ഫോളിയോ എക്സെട്ര. ബിൻ കാർഡ് സ്റ്റോർ കീപ്പർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് മെറ്റീരിയലോട് ബന്ധപ്പെട്ടുള്ള പേരുണ്ടായിരിക്കണം, അതിന്റെ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. ഇനി ഇത് സൂക്ഷിക്കുന്ന ലെഡ്ജറിന്റെ ഫോളിയോ നമ്പർ, അതായത് പേജ് നമ്പർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബിൻ കാർഡിൽ ഉണ്ടായിരിക്കണം. അവിടെ ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ബിൻ കാർഡിലേക്ക് ഈ സാധനങ്ങൾ വരുമ്പോൾ രേഖപ്പെടുത്തുന്നുള്ള ഒരു ഫോർമാറ്റാണ്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, സിമ്പിളാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 ജൂലൈയിൽ 200 യൂണിറ്റ്, അതായത് ജൂലൈ 1-ന് 200 യൂണിറ്റ് സ്റ്റോറിൽ ഇരിപ്പുണ്ടെന്നായിട്ട് അറിയാം. അപ്പോൾ കണ്ടോ, ബിൻ കാർഡിൽ പ്രധാനപ്പെട്ട അതിന്റെ കോളം ശ്രദ്ധിച്ച് നോക്കിയാൽ മുകളിൽ മെറ്റീരിയൽസിനോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. മിനിമം ലെവൽ, മാക്സിമം ലെവൽ ഇതൊക്കെ കാണിക്കും. പിന്നെ ഡേറ്റ് നോക്കിയാൽ 1 ജൂലൈയിൽ ക്വാണ്ടിറ്റി GRN MRN നമ്പർ ക്വാണ്ടിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ബാലൻസ് കോളത്തിൽ മാത്രമാണ് 200 യൂണിറ്റ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബാലൻസ് കോളത്തിൽ 200 യൂണിറ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി 5-ാം തീയതിയിലെ മുകളിൽ തുടങ്ങുന്നത് റെസിപ്റ്റ് 120 യൂണിറ്റ്. റെസിപ്റ്റ് അതായത് 5-ാം തീയതി 120 യൂണിറ്റ് വന്നു എന്നതിനർത്ഥം. അപ്പൊ 120 യൂണിറ്റ് റെസിപ്റ്റ് കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ? റെസിപ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. റെസിപ്റ്റ് കോളത്തിൽ 5-ാം തീയതിയിൽ 120 യൂണിറ്റ് വന്നു. അപ്പൊ നമുക്ക് ഇരിക്കുന്ന യൂണിറ്റ് എത്ര ഉണ്ടായിരുന്നു? 200 ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 320 യൂണിറ്റ് ആയി. 320 എങ്ങനെ കിട്ടിയേ? 200 + 120. അടുത്ത 8-ാം തീയതി എന്ത് സംഭവിച്ചു? 8-ാം തീയതി എന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓർഡറിലല്ല, ഡേറ്റിന്റെ ഓർഡറിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം 5 കഴിഞ്ഞിട്ട് 10-ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് 8-ാം തീയതി കൊടുത്തിരിക്കുന്നുണ്ടോ? ഇഷ്യൂ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? സ്റ്റോറിൽ ഇരിക്കുന്ന സാധനം ഉൽപാദനത്തിന് വേണ്ടി നൽകുന്നതാണ് ഇഷ്യൂ ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂ ചെയ്യുക, പ്രൊഡക്ഷനിലേക്ക് നൽകുക. അപ്പൊ നമ്മൾ 8-ാം തീയതി എന്ത് ചെയ്യുന്നു? ക്രോണോളജിക് ഓർഡറിൽ അല്ലെ ഡേറ്റ് അനുസരിച്ചാണ് എൻ്റർ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചല്ല, ക്വസ്റ്റ്യൻ ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അടുത്ത 8-ാം തീയതിയിൽ നോക്കി എന്ത് ചെയ്തു? നമുക്ക് 320 യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് നിന്ന് 110 യൂണിറ്റ് എന്ത് ചെയ്തു? കൊടുത്തു. 110 യൂണിറ്റ് കൊടുത്തു പറഞ്ഞിട്ടില്ലേ? ഇഷ്യൂ 8-ാം തീയതി. അപ്പൊ 110 യൂണിറ്റ് ഇഷ്യൂ കോടതി കാണിച്ചു. 110 കാണിച്ചു. ബാലൻസ് 210 ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ 320 110 പോയാൽ ബാക്കി 220, 210. ഇനി അടുത്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ 8-ാം തീയതി കഴിഞ്ഞിട്ട് 10-ാം തീയതിയാണ്. 10-ാം തീയതി എന്താണ്? 10-ാം തീയതി കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് ആണ്. വീണ്ടും നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു, പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് 90 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ നമുക്ക് നേരത്തെ 210 ഇരിപ്പുണ്ടായിരുന്നു. 210 + 90 300, ടോട്ടൽ 300 യൂണിറ്റ് ആയി. 300 യൂണിറ്റ് വന്നു. ഇനി 15-ാം തീയതിയിലെ എന്താണ്? വീണ്ടും ഒരു 105 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു, പ്രൊഡക്ഷനിലേക്ക് കൊടുത്തു. അപ്പൊ 300-ൽ നിന്ന് 105 കൊടുത്തു, ബാക്കി 195 യൂണിറ്റ് ബാലൻസ് ഉണ്ട്. ഇനി ഇവിടെ GRN MRN എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്നതിന്റെ അർത്ഥം. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. GRN ആണ് അതിനെ പറയുന്നത്. അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ നമ്പറാണ്. അപ്പൊ നമുക്കൊരു മെറ്റീരിയൽ തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇപ്പൊ 111 GRN നമ്പറുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സാധനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഇനി 112 എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ ഡേറ്റ് വന്നിരിക്കുന്ന സാധനമാണ്. ഇനി MR എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ റിക്വസിഷൻ ഓർഡർ. നമ്മൾ സാധനം സ്റ്റോറിൽ നിന്നും പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്ന എപ്പോഴായിരിക്കും? അവർ ആവശ്യപ്പെടുമ്പോഴാണ്, റിക്വസിഷൻ നടത്തുമ്പോഴാണ്. അപ്പോൾ അവർ റിക്വസിഷൻ നടത്തുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഒരു നമ്പർ ഇട്ട് ഒരു റിക്വസ്റ്റ് വരും. അപ്പോൾ ആ നമ്പറാണ് ഇവിടെ 194 195 എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റിനിൽ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇത് എൻ്റർ ചെയ്യണമെന്നില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലറിക്കൽ വർക്കിന് വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റിനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കോളം പ്രൊവൈഡ് ചെയ്യണം. അതാണ് ബിൻ കാർഡ്. ഇനി അടുത്ത് നോക്കിയാൽ ഡബിൾ ബിൻ സിസ്റ്റം. ബിൻ കാർഡിനോട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ടൈമാണ് ഡബിൾ ബിൻ സിസ്റ്റം. ഡബിൾ ബിൻ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഡിവൈഡിങ് എ ബിൻ ഇൻടു 2 പാർട്സ്. ഒരു ബിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധനം സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണോ അതാണ് അല്ലെ. അത് ചിലപ്പോൾ ഒരു കണ്ടെയ്നർ ആയിരിക്കാം, ഒരു ഷെൽഫ് ആയിരിക്കാം, ഒരു റാക്ക്, ഒരു അറ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പൊ അതിനെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഇവിടെ ഡബിൾ ബിൻ സിസ്റ്റം. ദ സ്മോളർ പാർട്ട് സ്റ്റോർ ദ പാർട്ട് ടു സ്റ്റോർ the quantity equal to the minimum stock level and the other part store the remaining quantity. അപ്പോൾ ഈ ബിന്നിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഭാഗം, ഒരു വലിയ ഭാഗം. ചെറിയ ഭാഗത്തിൽ എപ്പോഴും മിനിമം ലെവൽ കാണിച്ചിരിക്കും. എന്താണ് അതിന്റെ പ്രയോജനം? മിനിമം സ്റ്റോക്ക് ലെവൽ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലാർജർ വലിയ ഭാഗത്തിലോ റിമൈനിങ് ക്വാണ്ടിറ്റി, ഈ സാധനത്തിന്റെ ബാക്കി ഭാഗം അവിടെ ഇരിക്കും. The quantity in smaller part is not issued as long as material is available in the other part. വലിയ ഭാഗത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ഈ ചെറിയ ഭാഗത്ത് എന്ത് ചെയ്യാം? മെറ്റീരിയൽ എടുത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ സാധനം പെട്ടെന്ന് ഒറ്റയടിക്ക് തീരാതെ ഇരിക്കാം, അല്ലെങ്കിൽ തീരുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. മനസ്സിലായോ? ഈ ബൈക്കിനൊക്കെ സാധാരണ നിങ്ങൾക്ക് ഒരു പക്ഷേ ബോയ്സിനൊക്കെ അറിയാൻ പറ്റും, അതിനൊരു റിസർവ് ഉണ്ട് അല്ലേ. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പെട്രോൾ ടാങ്കിന് 2 ഭാഗമുണ്ട്. റിസർവില് ഒരു കുറച്ച് പെട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ മെയിൻ ഭാഗം തീർന്നു കഴിഞ്ഞാൽ റിസർവിലേക്ക് പോകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ റിസർവ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്തിരിക്കുക. അപ്പൊ അതിന്റെ പ്രയോജനം എന്താണ്? നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി നിന്ന് പോകത്തില്ല. കാരണം ഇത്ര ഭാഗം അത് ബൈക്കിനൊക്കെ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗം ഈ സ്മോളർ പാർട്ടിലേക്ക് ഇരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ഭാഗത്ത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അത് തീർന്നെന്നും ഇപ്പൊ നമ്മൾ റിസർവിലാണ് ഓടുന്നതെന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് അടുത്ത സാധനം എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാനുള്ള ഒരു വാർണിംഗ് പോലെയാണ് ഇത്. അതാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു മിനിമം ലെവൽ വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് ബാക്കിയെല്ലാം വെച്ചിരിക്കുന്നു. അപ്പം മറ്റ് വലിയ ഭാഗത്ത് തീരുമ്പോൾ മാത്രമാണ് ഈ ചെറിയ ഭാഗം നമ്മൾ എടുക്കുന്നത്. അടുത്ത സ്റ്റോർസ് ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ. Stores ledger is a stores record maintained by the costing department showing the quantity, price and value of materials received, issued and balance in stock. അപ്പോൾ ഇതും മെറ്റീരിയലിനോട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റോർസ് ലെഡ്ജർ. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് സ്റ്റോർസ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് സ്റ്റോറിലുള്ള സ്റ്റോർ കീപ്പറാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ. ഈ വരുന്ന സാധനത്തിന്റെ 3 ഡീറ്റെയിൽസ് വേണം. അതിന്റെ അളവ് പറയണം, അതിന്റെ മൂല്യം പറയണം, അതിന്റെ വില പറയണം. മനസ്സിലാകുന്നുണ്ടോ? ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് വാല്യൂ. വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്. അതുപോലെ തന്നെ അത് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതിന്റെയും ഇഷ്യൂ ചെയ്യുന്നതിന്റെയും ബാലൻസും അതിനകത്ത് കാണും. വൺ സ്റ്റോർസ് ലെഡ്ജർ ഈസ് അലോട്ട് ടു ഈച്ച് കമ്പോണന്റ് ഓഫ് മെറ്റീരിയൽ. ഓരോ സ്റ്റോർസ് ലെഡ്ജറും ഓരോ കമ്പോണന്റ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് പല കമ്പോണന്റ് സാധനം ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ സ്റ്റോർസ് ലെഡ്ജർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ദിസ് ലെഡ്ജർ ബൈ ദ കോസ്റ്റിംഗ് ക്ലർക്ക് വിത്ത് റെഫറൻസ് ടു ഇൻ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, MR, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എക്സെട്ര. ഇതിലേക്ക് സാധനങ്ങൾ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? കോസ്റ്റിംഗ് ക്ലർക്കാണ് എൻട്രി ചെയ്യുന്നത്. അത് നേരിട്ട് മെറ്റീരിയൽസ് കണ്ടുകൊണ്ടല്ല, മറിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ചാണ്. അതുപോലെ MRന്, GRന്, അതുപോലെ മെറ്റീരിയൽ റിട്ടേൺ നോട്ട്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഗുഡ്സ് സ്റ്റോർസ് ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ എൻട്രി ചെയ്യുന്നത്. സ്റ്റോർസ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് സെയിം ആണ്. എന്നാൽ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ സ്റ്റോർസ് ലെഡ്ജറിനകത്ത് ഡേറ്റ് കോളത്തിന് ശേഷം ബാക്കിയുള്ള കോളത്തെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഡേറ്റ് കോളത്തിന് ശേഷം ബാക്കിയുള്ള കോളത്തെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഏതൊക്കെയാണ്? റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്.
ഡേറ്റ് കോളത്തിന് ശേഷമാണ് റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. റെസിപ്റ്റ് കോളത്തിന് 4 ഉണ്ട്, ഇഷ്യൂ കോളത്തിന് 4 സബ് കോളംസ് ഉണ്ട്, ബാലൻസ് കോളത്തിന് 3 ഉണ്ട്. റെസിപ്റ്റ് കോളത്തിന് ഈ 4 എന്ന് പറയുമ്പോൾ GR നമ്പറും MR നമ്പറും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ബിൻകാർഡിലുള്ള അതായത് സെയിം കോളം തന്നെയാണ് GR MR, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടും ഗുഡ്സ് റിസീവ്ഡ് നോട്ടും. അത് നമുക്ക് ആ ഓരോ മെറ്റീരിയലും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്താൽ മതിയാവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. റെസിപ്റ്റ് കോളത്തിൽ ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? നമ്മൾ സ്റ്റോർസ് ലെഡ്ജറിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് മുകളിലെ ഹെഡിങ്സ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റ് കോളം കൊടുക്കും. ഡേറ്റ് കോളം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ടോട്ടൽ സ്പേസിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? ബാക്കിയുള്ള ടോട്ടൽ സ്പേസിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് സ്റ്റോർസ് ലെഡ്ജറിന്റെ ഒരു ഏകദേശം ഒരു ഫോർമാറ്റ്. എന്നിട്ട് ഈ 3 പാർട്ടിനെ നമ്മൾ വീണ്ടും തിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവസാനത്തെ പാർട്ടിന് 3 കോളം മതിയാവും. എന്നാൽ 2ഉം 3ഉം കോളത്തിന് ഒരു അഡീഷണൽ കോളം കൂടെ വരും. ഇതാണ് ഇവിടെ റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഡേറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇത് GRN, ഇത് MRN, മെറ്റീരിയൽ റിക്വസിഷൻ, മെറ്റീരിയൽ ഗുഡ്സ് റിസീവ്ഡ് ഉണ്ട്. ഇനി അടുത്ത 3 കോളത്തിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ. മനസ്സിലാകുന്നുണ്ടോ? ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ. എന്നാൽ നമ്മുടെ ബിൻകാർഡിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി മാത്രം ബിൻകാർഡിലുള്ളൂ, റേറ്റും വാല്യൂ ഇല്ല. വ്യത്യാസം മനസ്സിലായോ? റെസിപ്റ്റും ഇഷ്യൂയും ബാലൻസും അവിടെ ഉണ്ട്, ഒരു റിമാർക്കോളം ഉണ്ട്, അത് വെറുതെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബിൻകാർഡിന്റെ കാര്യത്തിൽ. എന്നാൽ ഇവിടെ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ ബിൻകാർഡിൽ. എന്നാൽ ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്. ഇതെന്താന്ന് മനസ്സിലായി? 1-ാം തീയതി നമ്മൾ 100 യൂണിറ്റ് വാങ്ങിച്ചു. സപ്പോസ് 100 യൂണിറ്റ് വാങ്ങിച്ചു, ഒരു യൂണിറ്റിന് 10 രൂപ. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയായി? വാല്യൂ 100 × 10 1000. മനസ്സിലായി? ഇതാണ് ഈ ക്വാണ്ടിറ്റി, റേറ്റ്. ഇവിടെ റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. അപ്പൊ ഈ വിധത്തിലാണ് ഇത് എൻട്രി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട കോളങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കുക സ്റ്റോർസ് ലെഡ്ജറിന്: റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. അപ്പോൾ ഓരോ കോളത്തിനും ക്വാണ്ടിറ്റിയും റേറ്റും വാല്യൂം ഇവിടെ കാണിച്ചിരിക്കും. ഇതാണ് സ്റ്റോർസ് ലെഡ്ജർ എന്നുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കുന്നതിന്റെ പ്രത്യേകത. അപ്പോൾ ബിൻകാർഡും സ്റ്റോർസ് ലെഡ്ജറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. സ്റ്റോർസ് ലെഡ്ജറിൽ വാല്യൂവും ക്വാണ്ടിറ്റിയും വരുന്നുണ്ട്, എന്നാൽ ബിൻകാർഡിൽ വാല്യൂ മാത്രമേ, ക്വാണ്ടിറ്റി മാത്രമേ അവിടെ വരികയുള്ളൂ. ശരി, ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് അയയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് എല്ലാവരും ഇന്ന് തന്നെ അയക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.